ഞങ്ങളുടെ 60,000-70,000 പേര് ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രമുണ്ട്. പിന്നെ കാലിക്കറ്റിൽ മാത്രമല്ലത്, മലപ്പുറത്തുണ്ട് സ്ഥിരമായിട്ട് ഇതുപോലത്തെ സർവീസ്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. കോഴിക്കോട്ടുള്ള ഞങ്ങളുടെ സർവീസിനേക്കാൾ ഭേദപ്പെട്ട സർവീസ് കൊടുക്കുന്നവരാണ് ഗൾഫ് മേഖലയിലുള്ള മലയാളികളുടെ കൂട്ടായ്മ. എല്ലാ സ്ഥലത്തും, ഖത്തറും ദുബായും സൗദി അറേബ്യയും ഒക്കെ. അതുപോലെ കുട്ടികൾക്ക് ഏതാണ് നല്ലത്, നമ്മളൊക്കെ തന്നെ മീഡിയ രംഗത്തെത്തിപ്പെട്ടത് നമുക്ക് മനസ്സിനിണങ്ങുന്ന അതേസമയം നമ്മുടെ കഴിവിനും യോജിക്കുന്നൊരു മേഖല ആയതുകൊണ്ടാണ്. അത് കണ്ടെത്തി കൊടുക്കാനുള്ള CDAT, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നടത്തുന്നത് സിജിയാണ്. അതുപോലെയുള്ള വേറെ കുറേ നമ്മൾ ജോലിക്ക് ആളുകളെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ സഹായത്തിൻ്റെ ഉദ്ദേശം. എന്നാലും കേന്ദ്ര ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നമ്മൾക്ക് പല ആളുകൾക്ക് ഇപ്പോഴും അജ്ഞരാണ്. എല്ലാവർക്കും ജോലി എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്, PSC. എന്നാൽ PSCക്ക് അപ്പുറത്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ CGLE, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നൊരു പരീക്ഷ നടത്തുന്നുണ്ട്. 17,700 പേർക്കാണ് ഈ വർഷം. കറക്റ്റാണ്. നമ്മുടെ കേരളത്തിലൊരു PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു 3-4 വർഷം കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ് നമുക്ക് പാരമ്പര്യമായിട്ട്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് കാര്യത്തിൽ പാരമ്പര്യമായിട്ട് അങ്ങനെയല്ല. ഓരോ വർഷവും കൃത്യമായിട്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, അതിലൊക്കെ CBIയിലെ ഓഫീസർ മുതൽ NIA മുതലുള്ള എല്ലാറ്റിനും തിരഞ്ഞെടുത്ത് സ്റ്റാർട്ടിങ് 85,000 വരെയുള്ള വെറും ഒരു ഗ്രാജുവേറ്റിന്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ മലയാളി കുട്ടികൾ അപേക്ഷിക്കുന്നത് വളരെ കുറവാണ്. ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് യജ്ഞങ്ങൾ ഇപ്പോൾ അത്തരത്തിൽ നല്ല പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ശനി ഞായർ 2 മണിക്കൂർ വീതം മെറ്റീരിയൽസ് കൊടുക്കുന്നു, മോക്ക് ടെസ്റ്റ് നടത്തുന്നു, എല്ലാം ഫ്രീ ആണ്. ഇത് കൂടാതെ സൺറൈസ് ഫെലോഷിപ്പ് എന്നുള്ള പേരിലൊരു ഫെലോഷിപ്പ് സിജി നടത്തുന്നുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി 64,000 രൂപ, പേര് പോലും പറയാൻ ഉദ്ദേശിക്കാത്തൊരു വ്യക്തിയാണ് 1 കോടി രൂപ അതിന് സിജിയിൽ അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പേര് പറയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഓരോ വർഷവും. ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണ്, പേര് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ 64,000 രൂപ വീതം കൊടുക്കുന്നത് ലോട്ടറി കൊടുക്കുന്ന പോലെ കൊടുക്കുകയല്ല, ആ കുട്ടികളിൽ മികവ് കണ്ടെത്തി ഒരു 20 പേർക്ക് കൊടുക്കുകയാണ്. ആ മികവ് കണ്ടെത്താൻ വേണ്ടി കോളേജുകളിൽ പോയി ഇതിനു വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ, ഡിഗ്രി PG സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രചാരണം നടത്തുമ്പോൾ അത്രയും പേർക്ക് അവയർനെസ് കിട്ടുകയാണ്, അത്രയും പേര് പഠിക്കാൻ തുടങ്ങുകയാണ്, പൊതുവിജ്ഞാനം ആർജിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങളാണ് സിജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട LDC, ആ LDCക്ക് വേണ്ടിയുള്ള ഫ്രീ ആയിട്ട് ഇതെല്ലാം കൂടാതെ ജനറൽ നോളജൊക്കെ ഉണ്ടാക്കാൻ സർക്കിൾ എന്നുള്ള പേരിലൊരു പരിപാടി, ഡെയിലി മോക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ട് 20,000-ലധികം കുട്ടികൾക്ക് എല്ലാ ദിവസവും ഓൺലൈനായിട്ട് പ്രോഗ്രാമുണ്ട്. നമ്മുടെ കോളേജിൻ്റെ നിലവാരം ഉയർത്താൻ വേണ്ടി സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ പോയി ഉയർത്തുക, അങ്ങനെയല്ല. കോളേജിലെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ്, മാനേജേഴ്സിന് വെച്ചിട്ട് നമ്മുടെ NIRF റാങ്കിങ്ങിൽ നമ്മൾ മുകളിൽ വരണം, NAC അക്രഡിറ്റേഷനിൽ മുകളിൽ വരണം. ഇതിനൊക്കെ അവരെ സഹായിക്കാൻ എക്സ്പെർട്ടൈസ് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇതൊരു NGO ആണ്, എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം പോലും ചില പത്രങ്ങളിലൊക്കെ അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ വിദ്യാർത്ഥികളെ booking.cigi.org എന്നുള്ള പേരിൽ ഒരു ബുക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് 11:45 ആണെങ്കിൽ 11:45 കറക്റ്റ് സിജിയിൽ വന്ന് ഫ്രീ ആയിട്ട് സൗജന്യ സേവനം നേടിപ്പോരാം. നമ്മുടെ സ്വന്തം കുട്ടികൾക്കും അല്ലാത്ത കുട്ടികളൊക്കെ അത് അറിയിക്കുന്നതിൽ വളരെ അറിയിച്ചാൽ ഉപകാരപ്രദമാവും. പൈസയൊന്നുമില്ല. booking.cigi.org. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അബൂബക്കർ സിജി എഡ്യൂക്കേഷൻ അവാർഡിനെ കുറിച്ച് നമ്മുടെ അഡ്മിൻ, ഞങ്ങളുടെ ഞാൻ PR ഡിവിഷൻ്റെ ഡയറക്ടറാണ്, വിസക്കറിയ. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ്, ആകാശവാണിയും പത്രവും യൂണിവേഴ്സിറ്റി PR ഒക്കെ ആയിട്ട്. ഇപ്പോൾ സിജിയിൽ കരിയർ ഡിവിഷനിലുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്ററാണ് ഞങ്ങൾ അബ്ദുൽ ഹക്കീം, ചീഫ് കോർഡിനേറ്ററാണ് സൈനുദ്ദീൻ, IT അഡ്മിനാണ് സുഫീന്ന് ഞാൻ വിളിക്കുന്നത്, സുഫീക്ക് എന്നാണ് ഫുൾ പേര്. അപ്പോൾ PRO അവിടെ ഇരിക്കുന്നുണ്ട്. PRO ശരിക്കും ഇവിടെ ഇരിക്കാവുന്നതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം, എന്നാലും അതിൽ അയൂബി. അപ്പോൾ ഓവർ ടു പറഞ്ഞു. ഗുഡ് മോർണിംഗ്. സിജിയെക്കുറിച്ചൊരു
ഇൻട്രൊഡക്ഷൻ സക്കരിയ സർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇന്നത്തെ ഒരു പത്രസമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സിജി ഈ വർഷം നടപ്പിലാക്കുന്ന ഒരു അവാർഡിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നു മുതലാണ് ആ അവാർഡിന് അപേക്ഷിക്കാനുള്ള സമയം തുടങ്ങുന്നത്. സിജിയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ KM അബൂബക്കർ, അദ്ദേഹം ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിലെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സയൻറ്റിസ്റ്റ് പദവിയിൽ നിന്നും റിട്ടയർമെൻറ്റിന് ശേഷം സിജി എന്നൊരു കൺസെപ്റ്റിലൂടെ വരികയും വിദ്യാഭ്യാസ രംഗത്ത്, വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ യുവാക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മലബാർ മേഖലയിലെ ഒരു മുന്നേറ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം നടപ്പിലാക്കിയ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ ഒരു റിസൾട്ടാണ് സിജി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷം സിജി ഇങ്ങനെ ഒരു അവാർഡ് നടപ്പിലാക്കുന്നത്. ഡോക്ടർ KM അബൂബക്കർ സിജി എഡ്യൂക്കേഷൻ അവാർഡ്, അതിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. ഈ അവാർഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി, യുവാക്കളുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും, അതല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഈ അവാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അവാർഡ് എന്ന് പറയുന്നത് 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡായിട്ട് വരുന്നത്. അവാർഡിന് അപേക്ഷിക്കേണ്ടത് സിജിയുടെ വെബ്സൈറ്റ് cigi.org/events എന്ന വെബ്സൈറ്റിലൂടെ അതിൻ്റെ അപേക്ഷാ ഫോം ലഭ്യമാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. സെപ്റ്റംബർ 15 വരെ ഇതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. സിജി തിരഞ്ഞെടുത്തൊരു ജൂറി കമ്മിറ്റി അപേക്ഷകളെല്ലാം തന്നെ കൃത്യമായി നോക്കിയതിന് ശേഷം ഏറ്റവും അർഹമായ ഒരാൾക്കോ അതല്ലെങ്കിൽ ഒരു സംഘടനക്കോ ആണ് ഈ അവാർഡ് ലഭിക്കുക. സിജിയുടെ സേവനം, നേരത്തെ ഓഫ്ലൈൻ്റെ കാര്യം പറഞ്ഞു. എല്ലാ ഞായറാഴ്ചയിലും രാവിലെ 9 മുതൽ 10:30 എന്ന് പറയും, അത് കഴിഞ്ഞ് നീണ്ടു പോകാറുണ്ട്. ഓൺലൈനായിട്ട് ആസ്ക് ഫ്രം ഹോം ഒരു പെർമനൻ്റ് ലിങ്ക് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്ലാസ് ഏതെങ്കിലും വിഷയത്തിനെക്കുറിച്ച് ഉണ്ടാവാറുണ്ട്. അതിനു പുറമെ ആർക്കും എവിടെ ഇരുന്നും ഏത് തരത്തിലുള്ള ജോലി, കോഴ്സ്, ഉപരിപഠനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും, അവിടെ വരാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ,